ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം സച്ചിദാനന്ദഗുരും. അമൃതാത്മക നമ്മളേതാണ്ട് നമ്മളേതാണ്ട് മാനസിക പ്രകൃതിയെ സംബന്ധിക്കുന്ന കുറേ കാര്യങ്ങൾ പറയുകയുണ്ട്. ഈ മാനസിക പ്രകൃതിയെ വെച്ചുകൊണ്ട് 16 മാനസിക പ്രകൃതിയെ വെച്ചുകൊണ്ട് അതിൻ്റെ തുടർച്ചയായി അത് ശരീരത്തെ, ധാതുക്കളെ ഒക്കെ ബാധിച്ച് വ്യാപിച്ച് ആണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ചുറ്റുപാടുകളോട് ഇടപെടുന്നതും അന്തർമുഖത്വം ബഹിർമുഖത്വം ഇവ രണ്ടും, ഒരാൾ അന്തർമുഖനാകുന്നതും ഒരാൾ ബഹിർമുഖനാകുന്നതും ഒരാൾ സുഖിക്കുന്നതും ദുഃഖിക്കുന്നതുമെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ മാനവ പ്രകൃതിയെ ഉളവാക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യന്റെ സാമൂഹികത, കൗടുംബികത ഇവയൊക്കെ നിയമങ്ങൾ കൊണ്ട് ഒക്കെ നിയന്ത്രിക്കാൻ പറ്റുക? ഇതാണ് നമ്മൾ ചോദിച്ചു നിർത്തിപ്പോയതെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ വ്യക്തമായി കണ്ടു, ഈ 16 വ്യത്യസ്ത പ്രകൃതികളെ നമ്മൾ കണ്ടു. ഈ 16 പ്രകൃതികളിൽ അയാൾ കൊണ്ടുവന്ന ഉപകരണങ്ങൾ, അയാൾ സൃഷ്ടിച്ച സാഹചര്യം, അവയെയൊക്കെ ആധുനിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പുതിയ പുരോഗതികളും പരിഷ്കാരങ്ങളും തകർക്കുന്നതായാണ് കാണുന്നത്. ഇതുകൊണ്ട് ഇത്രയും അറിഞ്ഞിട്ടാണ് പ്രാചീനർ ലളിതമായും മര്യാദാമസൃണമായും ജീവിച്ചത്. സാഹചര്യം ഇല്ലാത്തത് കൊണ്ടല്ല. ചന്ദനമെന്ന വൃക്ഷം അതിൻ്റെ ശരിയായ ഉപഭോഗങ്ങള്, ഔഷധമൂല്യം ഉൾപ്പെടെ തിരിച്ചറിഞ്ഞത് ഇന്നല്ല. മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. അത് തിരിച്ചറിഞ്ഞത് പ്രാചീന കാലത്താണ്. അത്ഭുത രഹസ്യങ്ങളുടെ കലവറയായ സോമവല്ലി ഇന്നല്ല കണ്ടുപിടിച്ചത്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ്.
നിങ്ങൾക്കിന്നൊരു കാട്ടുപന്നിയെ വെടിവെച്ച് വീഴ്ചാൽ അതിൻ്റെ മാംസം മാത്രമാണ് ലക്ഷ്യം. മറിച്ച് അതിൻ്റെ തേറ്റ വിലപിടിപ്പുള്ള ഔഷധമാണെന്നും അതിൻ്റെ നഖങ്ങൾ ഔഷധമാണെന്നും അതിൻ്റെ നെയ്വലയെ ഉരുക്കിയെടുക്കുന്ന നെയ്യ് വളരെയധികം പ്രയോജനമുള്ള, പ്രത്യേകിച്ച് തളർവാദം പോലുള്ള രോഗങ്ങളിൽ പോലും പ്രയോജനപ്പെടുന്ന ഔഷധമാണെന്നും ഇന്ന് ഉള്ള നിങ്ങൾക്കറിയില്ലെങ്കിൽ പ്രാചീനർക്കിത് വ്യക്തമാണ്. ഇത്രയും വ്യക്തമായ അറിവ് പ്രാചീനർക്കുണ്ടായിരുന്നിട്ടും മാനിന്റെ കൊമ്പ്, കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് ഇവയൊക്കെ വ്യക്തമായി ഔഷധമൂല്യമുള്ളതാണെന്നും ഒക്കെ അറിഞ്ഞിട്ട് വനത്തിൽ നിൽക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന മരങ്ങളുടെ വേര്, തൊലി, കായ്, പൂവ്, ഇല ഇവയൊക്കെ വളരെയധികം ഔഷധമൂല്യമുള്ളവയാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും അവയെ ആദരിക്കാനും അവയെ മുറിച്ചു കളയാതിരിക്കാനും അവയെ ക്ലിയർ ഫെല്ല് ചെയ്യാതിരിക്കാനും നശിപ്പിക്കാതിരിക്കുവാനും പറ്റിയൊരു ജീവിത രീതി അവർ തിരഞ്ഞെടുത്തുവെങ്കിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വികാസവും വ്യവസായവും വാണിജ്യവുമായി വികസിച്ച് കഴിഞ്ഞ നിങ്ങൾക്ക് ഇവയിലൊന്നും ഉപയോഗമില്ലാതെ അവയെയൊക്കെ വെറുതെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിൽ നിന്ന് അല്പമാത്രമായ ഉപഭോഗത്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത് എന്ന് വരുമ്പോൾ മാനവ മാനസ പ്രകൃതിയുടെ ശരിയായ ഉപഭോഗമല്ല നടക്കുന്നത് എന്ന് സുവ്യക്തമാണ്. ഇതാണ് മനസ്സും സമൂഹവുമായുള്ള ബന്ധം. ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നത് അല്പം മാത്രമാണ്, ബാക്കി മുഴുവൻ നശിപ്പിച്ച് കളയുക. മനുഷ്യ ഉപഭോഗമാണ് ധനമെങ്കിൽ ഒരേക്കർ പറമ്പിലേക്ക് നിങ്ങളൊരു JCBയുമായി കയറുമ്പോൾ തുച്ഛമായ മണ്ണിന്റെ വിലയ്ക്ക് മാത്രം കാണുന്ന കണ്ണോടുകൂടി കയറുമ്പോൾ നിങ്ങളോട് നശിപ്പിച്ച് കളയുന്നത് ഒരു ബയോഡൈവേഴ്സിറ്റി മുഴുവനും ഒരു തലമുറയ്ക്ക് മുഴുവൻ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുന്ന ചെയ്തികളും കഴിഞ്ഞിട്ടാകെ 1 ലക്ഷമോ 2 ലക്ഷമോ രൂപയാണ് നേടുന്നത്. ഇത്രയും സാമൂഹികതയില്ലാത്തൊരു മനസ്സിലേക്കാണ് നിങ്ങളെ യൂണിവേഴ്സിറ്റികൾ വിദ്യാഭ്യാസത്തിലൂടെ കൊണ്ടുപോയത്. എന്നിട്ട് നിങ്ങൾ പരിഷ്കൃതരാണ്, സാമൂഹ്യ ബോധമുള്ളവരാണ്, മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് എന്നൊക്കെ ഉദ്ഘോഷിക്കുന്നത് ശുദ്ധ പോഷ്ക. ഇതിനാ നമ്മൾ ഈ അടുക്കൂടെ ഇതെല്ലാം പഠിച്ചത്, ഇതിലെത്താൻ. ഇതാണ് ഏറ്റവും പ്രധാനവും. 1ാം ഭാഗമേ നമ്മൾ കഴിഞ്ഞിരുന്നുള്ളൂ. അതൊരല്പം സ്പീഡിലാണ് കഴിയേണ്ടി വന്നത്. കാരണം ഉച്ചവരെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ നല്ല സ്പീഡിൽ എടുത്തിട്ടാണ് അത് അവിടം വരെയൊക്കെ ഒന്ന് എത്തിച്ചത്. അതോടൊപ്പം നിങ്ങൾ ഓഡിയോ എന്ന് എനിക്കറിയില്ല, ഓടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നതിൻ്റെ സാമൂഹികത, മനസ്സും സമൂഹവും. മനസ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ശരീരം എടുക്കേണ്ടതാണ്, ധാതുക്കളെ കുറിച്ച് എടുക്കേണ്ടതാണ്. നിങ്ങൾ പൗരാണികർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ, നിങ്ങളുടെ അപ്പഴപ്പൂപ്പന്മാർക്ക് നേരെ നിങ്ങൾ വിരൽ ചൂണ്ടുമ്പോൾ
നിങ്ങൾ കോളേമുക്ക ചക്രത്തിന്റെ ആസക്തി കൊണ്ട് കാണിച്ചു കൂട്ടുന്നതാണ് ഈ ജീവിതം മുഴുവൻ. അവർക്ക് അറിവില്ലാത്തതുകൊണ്ട്, കാടന്മാരായതുകൊണ്ട് അങ്ങനെയാണ് ചരിത്രം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിങ്ങളുടെ ചരിത്രത്തിന്റെ വർണ്ണപ്പകിട്ടിൽ നിങ്ങളെ വിശ്വസിപ്പിച്ചത് ആദ്യം കുരങ്ങുണ്ടായി, പിന്നെ പരിണമിച്ചു മനുഷ്യനുണ്ടായി. മനുഷ്യൻ പടിപടിയായി അറിഞ്ഞ് ഈ അറിവിലെത്തി എന്നൊരു അഹങ്കാരമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആദിമ മനുഷ്യന് നിങ്ങളെക്കാൾ വിവരമുണ്ടായിരുന്നു. വിവരത്തിൽ നിന്നാണ് വിവരമില്ലായ്മ ഉണ്ടായത്. ക്രിസ്തുവിന് മുമ്പ് 4000-5000 നൂറ്റാണ്ടിൽ എഴുതിയ ഈ ഗ്രന്ഥങ്ങൾക്കകത്ത് മാനവന്റെ മനസ്സിന്റെ പ്രകൃതിയെക്കുറിച്ച് ഇത്ര അടുക്കോടെ നിർദ്ധാരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നു മുതൽ ഇന്ന് വരെയുള്ള സാർവലൗകികമായ പുരോഗതിയെ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതിൽ നിന്ന് മനുഷ്യ മനസ്സ് അധപ്പതിക്കുകയാണോ പുരോഗമിക്കുകയാണോ ചെയ്തത്? ഉപകരണങ്ങളൊന്നുമില്ലെന്ന്, കമ്പ്യൂട്ടറുകളില്ലെന്ന്, എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ പഠനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുമില്ലെന്ന് ഉറക്കെ ഉദ്ഘോഷിക്കുന്ന നിങ്ങൾ ആ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് മനുഷ്യ മനസ്സിനെ ഇത്ര അടുക്കോടെ അവർ അപഗ്രഥിച്ചത്? ഒരു പരിധിവരെയെങ്കിലും നിങ്ങൾ അടുത്ത് എന്ന് കണ്ടതാണ് ഈ 16 പ്രകൃതികൾ. Am I right? അപ്പൊ ഇന്നൊരാൾ കണ്ടെത്തി എഴുതിയാൽ പോലും അത്ഭുതകരമാണ് ആ പഠനം. അതിന് ഒരു ഭാഗമേ നിങ്ങൾ കണ്ടുള്ളൂ. മറ്റേ ഭാഗത്തിന് സമയമില്ലാത്തതുകൊണ്ട് ശാരീരിക പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള ത്വക്സാരാദി ധാതു പരിണാമങ്ങളെ കുറിച്ചുള്ള പഠനം അതിനോട് ചേർത്ത് പഠിക്കുമ്പോഴാണ് കൂടുതൽ വിപുലമാകുന്നത്. ലാസ്റ്റ് പാർട്ടിൽ നേരം കിട്ടുമെങ്കിൽ നമുക്കത് ഒന്ന് ഓടിച്ചു നോക്കാം. ഈ പ്രതിഭാസത്തെ നോക്കിക്കാണുമ്പോൾ നിങ്ങൾ അടുക്കോടെ പോയ ശാസ്ത്രം തലകുത്തി വീഴുന്നൊരു കാഴ്ചയും മറുപുറത്തുണ്ട്. ഇതിനെ നിങ്ങളുടെ വിപ്ലവകാരികളും മറ്റുള്ളവരും വിമർശിച്ചിട്ടുള്ളതും നിങ്ങൾ വിമർശിക്കുന്നതും അറിവിന്റെ ഏത് മേഖലയിൽ നിന്നാണെന്ന് നോക്കാൻ നിങ്ങളിതിനെ കണ്ടത് ഇത് ഫിലോസഫിയാണ്, മറ്റത് സയൻസ് ആണെന്ന് പറഞ്ഞാൽ. ഇന്ത്യയിലെ ജനജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മഹാനുഭാവൻ ഈ നാട്ടുകാരനായ തന്റെ സുഹൃത്തിന്റെ ഏതോ പുസ്തകത്തിന്റെ പ്രകാശനത്തിലോ ജന്മദിനത്തിന്റെ ആഘോഷത്തിലോ ഒരു പ്രഭാഷണത്തിൽ ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്. ആ വ്യക്തിയെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം എവിടെ നിന്നാലും തന്റെ നിൽക്കുന്നിടത്തോടുള്ള പ്രതിബദ്ധത കാണിച്ച് പ്രവർത്തിയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിലകൊള്ളുന്ന അതിനെ ഐഡിയോളജി എന്നും താൻ നിലകൊള്ളുന്നതും ആധുനികമായതും ആയിട്ടുള്ളതിനെ സയൻസ് എന്നുമാണ് വിശേഷിപ്പിച്ചത്. മറ്റാരുമല്ല, കേരളം കണ്ട അഭിനവ ശങ്കരൻ, സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. മറ്റാരുടെയും കാര്യത്തിലല്ല
തിരുമുമ്പിന്റെ കാര്യത്തിൽ തിരുമുമ്പിനെ ആദരിക്കുന്നൊരു വേളയിൽ ഉപയോഗിച്ച പദമാണ്. നിങ്ങളുടെ ഒക്കെ മനസ്സുകളിൽ ഒരുപക്ഷെ കമ്മ്യൂണിസത്തോടും EMSനോടും എതിർപ്പുള്ളവരുടെ പോലും അന്തരംഗത്തിൽ കടന്നുകൂടിയിട്ടുള്ളത് ഇത് ഐഡിയോളജിയാണ്, ഞങ്ങൾ നിലകൊള്ളുന്നതൊക്കെ സയൻസാണ് എന്ന മട്ടിലാണ്. ഒരുപക്ഷെ ആധുനിക വൈദ്യശാസ്ത്രത്തെയും ആയുർവേദത്തെയും നിങ്ങൾ വേർതിരിക്കുന്നതും ആധുനിക വൈദ്യശാസ്ത്രത്തില് പ്രാമുഖ്യം കൊടുക്കുന്ന സയൻസ്, the study of the visibles in terms of the calculables. അങ്ങനെ നിർവചിക്കാമെന്ന് തോന്നുന്നു. അതിനേക്കാളേറെ തത്വചിന്താ പ്രധാനമായ കാര്യങ്ങൾക്കായതുകൊണ്ട് ദ്രവ്യസിദ്ധാന്തത്തെയും ഒക്കെ ആധുനിക ശാസ്ത്രത്തിൽ ഉള്ളതിനേക്കാൾ ആഴത്തിൽ ആയുർവേദത്തിൽ ഉണ്ടെങ്കിൽ കൂടി ആയുർവേദം അതിപ്രാധാന്യം കൊടുക്കുന്ന തത്വചിന്ത ഒരു കാരണം കൊണ്ട് മാത്രം ആ ഭാഗം മാത്രം സ്മരിച്ചുകൊണ്ട് ഇത് ഐഡിയോളജിക്കലാണ്, ഫിലോസോഫിക്കലാണ്, സയന്റിഫിക്കല്ല. ഇങ്ങനൊരു മനസ്സ് പരത്തുന്നതിൽ ഇന്ത്യൻ സാമൂഹിക പ്രസ്ഥാനങ്ങളെല്ലാം വിജയിച്ചിട്ടുണ്ട്. ഏത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് അറിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. പലയിടത്തും നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നതും ഫിലോസഫി വേഴ്സസ് സയൻസ് എന്നാണ്. അതുകൊണ്ടാണ് ആധുനികരായ ഇന്ത്യൻ മത പ്രഭാഷകന്മാർ കഷ്ടപ്പെട്ട് ഇതിനെ സയൻസിലേക്ക് കൊണ്ടുവരുവാൻ ഒരുപാട് കള്ളക്കഥകൾ പറയുന്നത്. സയൻസ് വിശ്വസിക്കാവുന്നതും ഫിലോസഫി വിശ്വസിക്കാൻ കൊള്ളാത്തതുമാണെന്നുള്ള ഒരു അന്തഃശോധനയും നിങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ നിങ്ങളുടെ തലയ്ക്കുമേൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സയൻസ്, എന്താണ് തത്വചിന്ത എന്നൊരു സാമൂഹികതയിൽ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്നത് വീണ്ടും പുനരീക്ഷണം ചെയ്ത് പുതിയ കുപ്പിയിൽ നിന്ന് ഈ വീഞ്ഞ് പഴയ കുപ്പിയിലേക്ക് മാറ്റുകയല്ലാതെ വീഞ്ഞു മാറുകയില്ല. Am I right? അതുകൊണ്ട് 2-3 ചെറിയ ഉദാഹരണങ്ങളിലൂടെ മൗലികമായ വ്യതിയാനത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കാം. എന്നിട്ട് നമുക്ക് സാമൂഹികതയിലേക്ക് വീണ്ടും പോകാം. ആധുനിക ശാസ്ത്രം എന്ന് നിങ്ങൾ വിളിക്കുന്ന സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ്
ഏറ്റവും ശക്തമായി വികസിച്ചത് ന്യൂട്ടന്റെ കാലത്താണ്. ഗണിതശാസ്ത്രത്തിലും ഊർജതന്ത്രത്തിലുമൊക്കെ അദ്വിതീയനായ ന്യൂട്ടനും ലെബനീസുമൊക്കെ മുന്നേറിയ കാലഘട്ടവും അവരുടെ സിദ്ധാന്തങ്ങളും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സയൻസ് ഒരു പരിധിവരെ ന്യൂട്ടോണിയൻ സങ്കല്പത്തിലേക്ക് ചുരുങ്ങുകയായിരുന്നു. ന്യൂട്ടന്റെ പ്രതിഭാവിശേഷം കൊണ്ടെന്ന് അദ്ദേഹത്തിന്റെ മൗലികങ്ങളായ 3 സിദ്ധാന്തങ്ങൾ ഒരുപക്ഷെ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ എന്ന നിലയിൽ ന്യൂട്ടോണിയൻ ഫിസിക്സ് ഏറ്റവും ശക്തമായി വിചാരിച്ചിട്ടുള്ള ലോസ്, ന്യൂട്ടൺസ് ലോസ്, അങ്ങനെയല്ലേ നിങ്ങളതിന് പറയാം, ചോദ്യം ചെയ്യപ്പെടില്ല എന്ന് വിചാരിച്ചിടത്ത് പ്രകാശത്തെ കുറിച്ചുള്ള ഒരു പഠനത്തിലാണ് ആദ്യമായി ന്യൂട്ടൺ അടി വാങ്ങിക്കുന്നത്, ക്രിസ്റ്റ്യൻ ഹൈഗൻസിന്റെ ആഗമനത്തിൽ. ഡീറ്റെയിൽഡായിട്ട് പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പ്രകാശം പാർട്ടിക്കിൾസ് ആണെന്നുള്ള ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെ ചിന്തകളെ പ്രകാശം തരംഗമാണ് എന്ന സിദ്ധാന്തവുമായി രംഗത്ത് വന്നതോടെ, പ്രത്യേകിച്ച് തന്റെ റൊട്ടേറ്റിംഗ് മിറർ മെത്തേഡ്, am I right? വെറുതെ ഇരുന്ന് കേൾക്കാനേ പറ്റുള്ളെങ്കിൽ ഒരു സുഖവും ഉണ്ടാവില്ല. പഠിച്ച കാലങ്ങളെങ്കിലും ഓർക്കണം. പുന അല്ല, നമ്മളതിനകത്ത് സ്മൃതി ഉണ്ടാകുന്നതിന്, സ്മൃതി വരുന്നതിന് എന്തിനാന്ന് വെറുതെ സ്വയം ഉണ്ടാക്കി സിദ്ധാന്തം ഉണ്ടാക്കുന്നേ? അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്തിനാണെന്ന്, സാദൃശ്യം, രൂപം, അങ്ങനെയൊക്കെ പറഞ്ഞതിനകത്ത് അവസാനത്തതിന് തൊട്ടു മുമ്പൊരു കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന് ഓർത്തേ, അങ്ങനെയെങ്കിലും ഒന്ന് ഓർമ്മിക്കേ. എഴുതിയെടുത്ത് ഇതെല്ലാം അട്ടത്ത് വെച്ചിട്ട് എന്താ കാര്യമിരിക്കുന്നു? അങ്ങനൊരു സാധനം, പുനഃശ്രുതം. വീണ്ടും കേൾക്കുമ്പോൾ സ്മരണ ഉണ്ടാവും. അപ്പൊ ഒന്ന് സ്മരണ വരട്ടെ, സ്കൂളിൽ പഠിച്ചതൊക്കെ വീണ്ടും കേൾക്കുമ്പോൾ. കാരണം പഠിച്ച് പുസ്തകവും അട്ടത്ത് വെച്ച് പരീക്ഷ എഴുതി തൽക്കാലം ജയിച്ച് അതൊന്നും അല്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലേ, പണ്ട് പഠിച്ചതല്ലേ ഇതൊക്കെ? എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ പിള്ളേർ 10ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമെന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒന്നും അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്കെങ്കിലും പഠിക്കുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഡിഗ്രിക്കെങ്കിലും. സിനോട് അവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞതല്ലേ? സാമാന്യ വിദ്യാഭ്യാസമുള്ളവരാണ് ഇരിക്കുന്നത്. അല്ലാത്തവരോടാണെങ്കിൽ ഇത്രയൊന്നും പറഞ്ഞു കൊടുക്കണ്ട, എളുപ്പത്തിൽ അവർക്ക് മനസ്സിലാകും. കാരണം ഒന്നും അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് ഡയറക്റ്റായിട്ട് അങ്ങ് മനസ്സിലാവും. നിങ്ങൾക്കാകുമ്പോൾ ഡയറക്റ്റായിട്ട് മനസ്സിലാവില്ല. അതിന്റെ കാരണം നിങ്ങളുടെ ചായക്കോപ്പ നിറച്ച് ചായയാണ്. ഇതിന് കമത്തിക്കളഞ്ഞ് ഞാൻ ചായ ഒഴിക്കേണ്ടി വരും. നിറഞ്ഞിരിക്കുകയാണ്. നിറഞ്ഞിരിക്കുമ്പോൾ അതിനകത്തുകൂടെ ഓർമ്മിപ്പിക്കാവോ എന്നാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ പഠിച്ച ആദ്യത്തെ ബ്ലോ ന്യൂട്ടോണിയൻ ഫിസിക്സിന് വരുന്നത് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനത്തിലാണ്. ന്യൂട്ടോണിയൻ ഫിസിക്സ് സഞ്ചരിച്ചത് മുഴുവൻ പാർട്ടിക്കിൾ ഫിസിക്സിലൂടെയാണ്. അതുവരെ പാർട്ടിക്കിൾ ഫിസിക്സിനെയാണ് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് വിളിച്ചത്. പാർട്ടിക്കിൾ ഫിസിക്സ് വഴിമാറുന്നത് ജെ തോംസണോടുകൂടിയാണ്. ശരിക്കു പറഞ്ഞാൽ
ജോർജ് തോംസണോടുകൂടിയാണ്, ജെ തോംസണോടുകൂടിയല്ല. ജെ തോംസന്റെ പുത്രനാണ് ജോർജ് തോംസൺ. പേരോർമ്മയുണ്ടോ എന്നറിയില്ല. ഇതൊക്കെ ഓർക്കണം, വല്ലപ്പോഴും പഠിച്ചിട്ടുണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ടാവും പരീക്ഷയ്ക്കൊക്കെ. ജെ തോംസൺ ബോംബാർഡ് ദി ആറ്റം എന്ന് പറഞ്ഞ് അല്ല, ഹി ടുക്ക് 7 postulates. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇയാള് അതിനെ വിഭജിക്കുന്ന ഒരു ഭാഗം പഠിച്ചിട്ടുണ്ടാവും. ഡാൽട്ടന്റെ 7 postulates ഓർക്കുന്നുണ്ടാവും. ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് എന്ന് തുടങ്ങി. അതുവരെ ആറ്റമിക് ഫിസിക്സിന്റെ തലങ്ങളിൽ നിന്നത് പാർട്ടിക്കിൾ ഫിസിക്സിൽ നിന്നുകൊണ്ട് തന്നെ ജെ തോംസൺ പൊട്ടിക്കുകയാണ് ചെയ്തത്. ജെ തോംസണെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോൺസ് ആർ പാർട്ടിക്കിൾസ്. ആറ്റം വിഭജിച്ച് ഇലക്ട്രോൺസ്, ന്യൂക്ലിയസ്, പ്രോട്ടോൺസ് തുടങ്ങിയവ വിഭജിച്ചു കൊണ്ടുവരുമ്പോൾ, പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെയായി വിഭജിച്ചു കൊണ്ടുവരുമ്പോൾ തോംസൺ 100% വിശ്വസിച്ചത് ഇലക്ട്രോൺ ഈസ് പാർട്ടിക്കിൾ. പാർട്ടിക്കിൾ ഫിസിക്സിന്റെ അതിർത്തി ഭേദിക്കുന്നത് ആദ്യമായി തോംസന്റെ പുത്രനാണ്, ജോർജ് തോംസൺ. അദ്ദേഹമാണ് ആദ്യമായി ലോകത്തോട് പറഞ്ഞത് ഇലക്ട്രോൺസ് ആർ വേവ്സ്. Electrons are particles, electrons are waves. അപ്പോഴാണ് വെർണർ ഹൈസൻബർഗ് രംഗത്ത് വരുന്നതും electrons are waves as well as particles. പ്രകാശത്തെക്കുറിച്ചും ഇത് തന്നെയാണ് ഇന്ന് ചിന്ത. പ്രകാശം തരംഗമായും പാർട്ടിക്കിളായും കാണപ്പെടുന്നു. പാർട്ടിക്കിളായി കാണപ്പെടുമ്പോൾ ന്യൂട്ടോണിയൻ സങ്കല്പങ്ങളും, വേവായി കാണപ്പെടുമ്പോൾ ഹേഗൻ സങ്കല്പങ്ങളും ശരിയാകുന്നു. അതുകൊണ്ട് പാർട്ടിക്കിൾ ഫിസിക്സിന്റെ അന്തരാളത്തിൽ അനിശ്ചിതത്വം ആധാരമാകുന്നു, അൺസർട്ടനിറ്റി. ഇതറിയുന്നതുവരെ മാത്രമേ നിങ്ങളുടെ സയൻസിനെ കുറിച്ചുള്ള സങ്കല്പത്തിന് നിലനിൽപ്പുള്ളൂ. അവിടെ സയൻസ് അസ്തമിക്കുകയും സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ് എന്ന നിങ്ങളുടെ ചിന്തയ്ക്ക് തിരശീല വീഴുകയും ചെയ്യുന്നു. ഈ സമയത്താണ് കോപ്പൻഹേഗൻ ഇന്റർപ്രട്ടേഷൻ ഓഫ് ഫിസിക്സ് രംഗപ്രവേശം ചെയ്യുന്നത്. ചുരുക്കിയാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കാം. ക്വാണ്ടം മെക്കാനിക്സിന്റെ അന്തസ്ഥ തലങ്ങളിലൂടെ പോകാൻ നിങ്ങൾക്ക് താല്പര്യവും ഇഷ്ടവും ഉണ്ടെങ്കിൽ, പഠിച്ചാൽ വഴങ്ങുമെങ്കിൽ മറിച്ച് നോക്കി പഠിക്കാം.
ഭാരതീയ ചിന്തയിലൂടെ നന്നായി പോയിട്ടുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ വഴങ്ങേണ്ട ഒരു ഭാഗമാണത്. കോപ്പൻഹേഗൻ ഇന്റർപ്രട്ടേഷൻ വന്നപ്പോഴാണ് ഇലക്ട്രോണുകളെ നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങൾ അളക്കുമ്പോൾ പാർട്ടിക്കിളാണ്. നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ അതൊരു ക്ലൗഡാണ്. ഞാനതിനെ വെറും ക്ലൗഡ് എന്ന് വിളിക്കുന്നില്ലേ, മിസ്റ്റിക് ക്ലൗഡ്. അത് നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ കാണില്ല, ഞാൻ അവിടുന്ന് റെഫർ ചെയ്ത് പറഞ്ഞതല്ല. പാർട്ടിക്കിൾ ഫിസിക്സിൽ നിന്നുകൊണ്ടാണ് ശാസ്ത്രത്തിന്റെ എല്ലാ പരീക്ഷണ നിരീക്ഷണങ്ങളും നാളിതുവരെ നടന്നിട്ടുള്ളത്. ജോർജ് തോംസണ് ശേഷം വെർണർ ഹൈസൻബർഗും കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷനും വന്നപ്പോൾ കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷനിൽ ആദ്യമായി സ്വീകരിച്ചത് തന്നെ നിങ്ങളതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഇല്ലെന്നാണ്. ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ പ്രതിഭാസമാണ് ശാസ്ത്രലോകത്ത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇതെല്ലാം പഠിക്കുകയും അവിടെ നടക്കുകയും ചെയ്യുമ്പോഴെല്ലാം സയൻസ് തുറന്നുവിട്ട ഭൂതമായ പാർട്ടിക്കിൾസ് നിങ്ങളുടെ തലച്ചോറിൽ കിടന്ന് എല്ലാത്തിനെയും പാർട്ടിക്കിൾ ഫിസിക്സിന്റെ വെളിച്ചത്തിൽ ഭൗതികമായി കാണാനും ഭൗതികമായി പറയാനും കഴിയണമെന്നുള്ള നിലയിലാണ് നിങ്ങളുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രസ്ഥാനങ്ങളെല്ലാം മുന്നേറിയത്. ലോകത്ത് വളരെ പ്രാചീനമായ ഭൗതികേതരങ്ങളായ എല്ലാ ചിന്തകളെയും പരിപൂർണമായി നിഷേധിച്ചത് ഭൗതികമായി വ്യാഖ്യാനിക്കണമെന്ന നിർബന്ധത്തിലാണ്. നിഷേധിക്കുമ്പോൾ അവയെ അന്ധവിശ്വാസം കൊണ്ട് സ്വീകരിക്കാൻ പോയവരും അവരുടെ അന്തരംഗത്തിൽ നിറച്ചുവെച്ചത് ഈ ഭൗതിക ചിന്തയുടെ ആന്തോളനങ്ങൾ മാത്രമാണ്. സ്വാനുഭവത്തിന്റെയോ അനുഭൂതിയുടെയോ വെളിച്ചത്തിൽ ഭൗതികേതരമായ ഒന്നിനെ അനുഭവിച്ചിട്ടല്ല അതിന്റെ പിന്നാലെ ആളുകൾ പോയതെന്നുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ കൂട്ടർക്ക്, ഭൗതികമായി വ്യാഖ്യാനിക്കണമെന്ന നിർബന്ധമുള്ള കൂട്ടർക്ക് മേൽക്കൈ ലഭിച്ചതും. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. ആ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. അല്ലല്ല, മേൽക്കൈ നല്ല പോലെ ലഭിച്ചിട്ടുണ്ട്. ജസ്റ്റ് അല്ല, അതിന് കാരണം സയൻസ് നിങ്ങൾ പഠിച്ചു വരുമ്പോഴെല്ലാം നിങ്ങൾ നിരീശ്വര വിശ്വാസിയും ഈശ്വര വിശ്വാസിയും അന്ധവിശ്വാസിയും വിശ്വാസിയും എല്ലാം ഒരേ യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ പഠിച്ചതത്രയും പരീക്ഷ എഴുതാൻ ഒരുങ്ങിയതത്രയും ഭൗതികമായി പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കാനാണ്. അങ്ങനെ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ചെയ്ത നിങ്ങൾ മതപരങ്ങളായ ഏതോ വിശ്വാസങ്ങളുടെ കാരണം കൊണ്ട് നിങ്ങൾ പലതിനെയും വിശ്വസിക്കാനുള്ള വിശ്വാസ്യത നിർബന്ധപൂർവം പുലർത്തുമ്പോഴും നിങ്ങളുടെ അന്തരംഗം ഭൗതികതയിൽ തന്നെയാണ് കുടുങ്ങി നിന്നിട്ടുള്ളത്. അനുഭവങ്ങൾ ചിലത് ലഭിക്കുമ്പോഴും അതിനെ യാദൃച്ഛികമെന്ന് തള്ളിക്കൊണ്ട് അത് സാർവലൗകികമല്ലെന്നും സാർവകാലികമല്ലെന്നും അതൊക്കെ യാദൃച്ഛിക ചെറിയ ചെറിയ സംഭവങ്ങളാണെന്നും അത് സയൻസ് അല്ലെന്നും അതുകൊണ്ട് ഫിലോസഫി പറയുന്നത് സയൻസ് പോലെ ഈടുറ്റതല്ലെന്നും സയൻസിന് വ്യക്തമായ ഭൗതികമായ
കണക്കുകൂട്ടലുകളും ഗതീയതകളും യുക്തികളും ഉണ്ടെന്നും ഉള്ള അടിസ്ഥാനത്തിൽ ആ യുക്തികളൊന്നും അറിയാതിരിക്കുമ്പോൾ പോലും അതല്പം പഠിച്ചവനാണ് താനെന്നും തനിക്കത് മനസ്സിലാകുമെന്നും ഉള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിലകൊള്ളുമ്പോൾ നിങ്ങൾ അതിന്റെ വിശ്വാസിയായാലും നിങ്ങൾ അതിനെ എതിർക്കുന്നവനായാലും അവിശ്വാസിയായാലും ഭൗതികത്തിനാണ് മേൽക്കൈ ലഭിക്കുക. Am I not right? ശാസ്ത്രമാണ്, നമ്മുടെ വിശ്വാസമാണ്. രണ്ട് വ്യാഖ്യാനങ്ങൾ വന്നുകൂടി വിശ്വാസം തെറ്റാണ്, വേണമെങ്കിൽ അത് അവിടെ ഒന്നും കൂടി അന്ധവിശ്വാസമാണ്, ഒക്കെ ചേർത്ത് അതിന് കാരണം വിശ്വാസത്തിന്റെ ഇടയിലേക്ക് ഭൗതിക വിശ്വാസികളായ ഭൗതികത്തിൽ വ്യാഖ്യാനിക്കുവാൻ തൽപരരായ ആളുകൾ വിശ്വാസത്തിന്റെ ലോകങ്ങളിലേക്ക് വരുമ്പോൾ തൻകാര്യ ലാഭത്തിനു വേണ്ടി വിശ്വാസം വ്യാഖ്യാനിക്കപ്പെടേണ്ടവയല്ല എന്നുള്ളത് കൊണ്ട് വിശ്വാസത്തിൽ അധിഷ്ഠിതമായി അനുഭവം മറ്റൊരുത്തന് പകർന്നു നൽകേണ്ടതല്ല എന്നുള്ളത് കൊണ്ട് മറ്റൊരുത്തന് പകർന്നു നൽകാൻ പറ്റില്ല എന്ന വ്യാഖ്യാനത്തോടുകൂടി അതിലേക്ക് അവരുടെ താൻ പോരിമയിൽ കടത്തിവിട്ട ഒട്ടേറെ വൃത്തിഹീനതകളുമുണ്ട്. മറ്റുള്ളവർക്ക് അറിയാൻ പറ്റാത്തതും മറ്റുള്ളവർക്ക് മനസ്സിലാകില്ലാത്തതും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പലതിനെയും തത്വചിന്താപരങ്ങളായ പ്രാചീന ദർശനങ്ങളുടെ ആധുനിക വ്യാഖ്യാനങ്ങളിലേക്ക് കടത്തിവിടുകയും താല്പര്യപൂർവം അതിനെ പണാദായത്തിന്റെ മേഖലകളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ചന്ദനത്തിന്റെയും കൊമ്പിന്റെയും ഒക്കെ ഗുണങ്ങളും അതിന്റെ മൂല്യങ്ങളും കൃത്യമായി അറിഞ്ഞിട്ട് പോലും അത് വിപണിയിലെ ഒരു വസ്തുവാക്കി മാറ്റുവാൻ ഒരുങ്ങാത്ത പ്രാചീനനും അതിന്റെ ഈ ഉപഭോഗങ്ങളൊന്നും മൗലികമായി അറിയാതിരുന്നിട്ടും ക്ഷുദ്രമായ ധനത്തിനു വേണ്ടി അതിനെയെല്ലാം വിപണിയിലേക്ക് കള്ളത്തരത്തിൽ പോലും വെട്ടി എത്തിക്കുവാൻ ഒരുങ്ങിയ ആധുനികനും തമ്മിലുള്ള അന്തരം. ധനത്തെ പ്രമാണമാക്കിക്കൊണ്ട് നിങ്ങൾ കണ്ടെത്തിയ എല്ലാ അംശങ്ങളിലും എങ്ങനെ ധനാദായം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുമ്പോൾ ആ ധനാദായത്തിനായിക്കൊണ്ട് വെറും കീറ നോട്ടുകൾക്കായിക്കൊണ്ട് നിങ്ങൾ തകർത്തെറിഞ്ഞ മൗലിക മൂല്യങ്ങൾ തിരിച്ചു വരാനാകാതെയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അതിന്റെ കോലാഹലമാണ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ചില റിപ്പോർട്ടുകൾക്ക് അനുകൂലവും പ്രതികൂലവുമായി നടക്കുന്നത് പോലും. Am I right? ഞാൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് കസ്തൂരി രംഗൻ റിപ്പോർട്ട്, ഗാഡ്ഗിൽ റിപ്പോർട്ട്. നിങ്ങൾ പൊട്ടിച്ചെടുക്കുന്ന പാറകൾ തിരിച്ചു വരില്ല. അത് പാറയായിരിക്കുമ്പോഴുള്ള മൂല്യം, അതിലേക്ക് നിങ്ങൾ വെടിമരുന്ന് ഇടുമ്പോൾ ഉള്ള മൂല്യ ശോഷണം, അത് നാളെ ഇവിടെ ഒരു വെടി പൊട്ടുമ്പോൾ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മോൾഭാഗം ഇടിഞ്ഞു വീണാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടി വരില്ല. പള്ളിയിലും കർത്താവിലും വിശ്വസിക്കുമ്പോഴും ഇവിടെ പൊട്ടിയാൽ ലോകത്ത് വേറെയിടത്തും ഒന്നും സംഭവിക്കില്ല എന്ന വിശ്വാസത്തോടുകൂടി ധനത്തെ മാത്രം കാണുമ്പോൾ കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ താത്തി വരെ നീണ്ടുകിടക്കുന്ന മല നിരകളെ നിങ്ങൾ പശ്ചിമഘട്ടമെന്ന് വിളിക്കുമ്പോൾ ഇത് പാലക്കാട് വെച്ച് മുറിയുന്നുണ്ടെന്നും ഇങ്ങനെ മുറിഞ്ഞ ദൂരം കുറച്ചേ ഉള്ളൂവെന്നും ഇതുപോലെ വലിയൊരു ദൂരം മുറിഞ്ഞിട്ടാണ് പശ്ചിമഘട്ടം നിലകൊള്ളുന്നതെങ്കിൽ വിന്ധ്യനെ ചേർത്ത് പറയുന്ന പശ്ചിമഘട്ടത്തിന്റെ മറുപുറങ്ങളിൽ ഹിമാലയം കിടക്കുമ്പോൾ ഒരു അന്തർധാരയിലൂടെ ഗുപ്തകാശിയിലെ ഗംഗ പോലെ പശ്ചിമഘട്ടം ഗുപ്തമായിരിക്കുന്ന ഒരു ഗുപ്ത പശ്ചിമഘട്ടം അതിന്റെ ഇടയിലുണ്ടെങ്കിൽ ഇത് തുടർച്ചയാണെന്നും അവിടെ നിന്ന് വീണ്ടും ഗുപ്തമാകുന്ന പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു
തലമാണ് ആൽസ് പർവ്വത നിരകളിലേക്ക് നീളുന്നതെങ്കിൽ അന്തർധാരയിൽ ഇത് വേരുകളുള്ളതാണെന്നും ഇതിന്റെ എവിടെ കുഴിക്കുമ്പോഴും എവിടെയും മൗലികമായ മാറ്റമുണ്ടാകുമെന്നും അത് ലോകം മുഴുവൻ മാറ്റമുണ്ടാകാൻ പര്യാപ്തമാണെന്നും തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിവൈഭവം നിങ്ങളുടെ നേതൃമന്യന്മാർക്കുണ്ടായിരുന്നു എങ്കിൽ ദുഷ്ടമായി നിങ്ങൾ വ്യാഖ്യാനിക്കുകയില്ല. നിങ്ങളുടെ വീട്ടിലെ റോസപ്പൂവിന്റെ മുകളിൽ നിന്ന് ഒരു ശലഭം അതിന്റെ ചിറകുകൾ അടിക്കുന്നത് കൊണ്ട് ചിലിയിലോ അമേരിക്കയിലോ ഒരു മഴ രൂപപ്പെടുവാനോ ഒരു ചുഴലി രൂപപ്പെടുവാനോ കഴിയുമോ ഇല്ലയോ എന്ന് പറയുവാൻ തക്കവണ്ണം നിങ്ങളുടെ ശാസ്ത്രം ഇനിയും വികസിച്ചിട്ടില്ല. നിങ്ങളുടെ ശാസ്ത്രം പലപ്പോഴും കണക്കെടുത്തിട്ടുള്ള നിഷേധങ്ങൾക്കാണ്, സ്വീകരണങ്ങൾക്കല്ല. നിങ്ങളുടെ പഠനങ്ങൾ പലപ്പോഴും എക്സ്ക്ലൂസീവാണ്. എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഇന്നലെ റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഇന്നലെ പ്രത്യേക സംഭവ വികാസമുണ്ടായി. അരമനയിൽ ഒരു രാഷ്ട്രീയ നേതാവ് ചെന്നിട്ട് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും പ്രസിഡന്റ് റിപ്പോർട്ടും നടപ്പാക്കാൻ വിടുകയില്ലെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയ പ്രശ്നം നമുക്ക് ബാധകമല്ല. കാരണം വിവരമില്ലാത്തവരെന്തെങ്കിലും കാണിക്കുന്നതെല്ലാം നമ്മൾ ചർച്ച ചെയ്യാൻ പോയി നമ്മൾ വിവരമില്ലാത്തവരാകേണ്ട കാര്യം. അതൊക്കെ രാഷ്ട്രീയവും സാമൂഹികവുമായ കാര്യങ്ങൾ, അതിനതിൻ്റെതായ മുഖങ്ങളും പ്രശ്നങ്ങളും കാണും. നമ്മുടെ വിഷയമേ അല്ല. മാത്രമല്ല അതിലൂടെ കയറി യാത്ര ചെയ്താൽ നമുക്കിതൊന്നും പഠിക്കാനും പറ്റില്ല, ഈ ഏകാഗ്രതയും കിട്ടുകയില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളുടെ ഉള്ളിൽ മേൽക്കൈയുണ്ട് എന്നുള്ളത് സത്യമാണ്. ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ തൊഴാൻ പോകുമ്പോഴും നിങ്ങൾ കാര്യങ്ങൾക്ക് പോകുമ്പോഴും നിങ്ങൾ മറ്റൊന്നുണ്ടെങ്കിൽ നമുക്ക് ദോഷം വരണ്ട എന്നൊരു ഭയം കൊണ്ട് പോകുന്നതല്ലാതെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്നതെല്ലാം ഭൗതികത തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ വാദം. ഏതെങ്കിലും കാരണവശാൽ മകളുടെ കല്യാണമോ മകന്റെ കല്യാണമോ നടക്കുമ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ നാളെ ഒരു ദോഷം വരണ്ട എന്ന് വിചാരിച്ചിട്ട് കാട്ടിക്കൂട്ടുന്നു എന്നല്ലാതെ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മൂല്യം കൊടുത്തിട്ടല്ല എന്നുള്ളത് തീർച്ചയാണ്. മൂല്യം കൊടുത്തിട്ടാണെങ്കിൽ ഇത്രയധികം പണം അവിടെ ഒന്നും ഒഴുകിയില്ല. നിങ്ങൾ എങ്ങനെയാണോ ഭൗതിക ശാസ്ത്രങ്ങളെ, ഭൗതിക രീതിയെ വളർത്തിക്കൊണ്ടുവന്നത്, ഫിലോസഫി മാറ്റിവെച്ച് ഭൗതിക ശാസ്ത്രങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ ഉപകരണങ്ങൾ ഉണ്ടാക്കിയും വളർത്തിയും ലാബുകൾ ഉണ്ടാക്കിയും കൊണ്ടുവന്നത്, അതെല്ലാം പണത്തിൻ്റെ കളിയാണ്. അതിന് വിപരീതമായി പ്രവർത്തിച്ച ഒരേ ഒരു ശാസ്ത്രകാരൻ എൻ്റെ അറിവിൽ സി വി രാമൻ മാത്രമേ ഉള്ളൂ. 250 രൂപയ്ക്കാണ് രാമൻ എഫക്റ്റ് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. അന്നത്തെ നിലയിൽ ഒരു 250 രൂപയുടെ ചെലവേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും കണ്ടുപിടിക്കാനാകാതെ 1000 ശാസ്ത്രകാരന്മാർക്ക് തൊഴിൽ കൊടുക്കുന്ന നിങ്ങളുടെ ലാബറട്ടറികളിൽ ഓരോരുത്തരും ഓരോ വർഷവും വാങ്ങിത്തള്ളുന്ന തുക കോടികളാണ്. നിങ്ങൾക്ക് ശാസ്ത്രം എന്നത് വ്യവസായിയുടെ കച്ചവടത്തിന്റെ ഭാഗം മാത്രമാണ്. അതിനോട് ശാസ്ത്രകാരൻ ആത്മാർത്ഥതയില്ല. അവൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, അവൻ പുറത്തേക്ക് അതിന്റെ റിസൾട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് അതിന്റെ മാർക്കറ്റിങ്ങിലാണ് വ്യവസായിക്ക് താല്പര്യം. നിങ്ങളുടെ ഹൃദയത്തിനോ നിങ്ങളുടെ കാലിനോ കൈക്കോ ഉള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ ഒരുങ്ങുന്ന ഒരു കമ്പനിക്കകത്ത് ഗവേഷകൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ
പഠനങ്ങൾ ബയോകെമിസ്ട്രിയിലൂടെ മോളിക്യുലർ ബയോളജിയിലൂടെയൊക്കെ രൂപപ്പെടുത്താൻ ഒരുങ്ങുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു സ്റ്റംപിംഗ് ബ്ലോക്കിൽ തട്ടി അത് പ്രതിഫലിക്കുന്നു എന്ന് കണ്ടാൽ മുടക്കിയ കാശ് പോകാതിരിക്കാൻ ഉടനെ സാധനം എല്ലാ സർട്ടിഫിക്കേഷനോടും കൂടി ഇറങ്ങി ഒരു കൊല്ലം വിറ്റ് അപകടകരമാണെന്ന് തെളിഞ്ഞ് പിൻവലിയുമ്പോഴേക്ക് കാശെടുത്തു കൊണ്ടുപോകാനാണ് എല്ലാ ഗവേഷണ സ്ഥാപനങ്ങളും പണിയെടുക്കുന്നത്. അത് കോടികളുടെ കണക്കും കോടികളുടെ കഥയുമാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിൽ നിന്ന് വരുന്ന കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നതെങ്കിലും മാറ്റമില്ലാത്ത നിങ്ങളുടെ മനസ്സു കാരണം മാറ്റമില്ലാത്തതെന്ന് ധരിച്ചു മാറ്റത്തെ സ്വീകരിക്കുന്നതാണ് നിങ്ങളുടെ സയൻസിന്റെ അവസ്ഥ. ഇതൊക്കെ കൂടെ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ തലച്ചോറിനാവുമോ എന്ന് എനിക്ക് നിശ്ചയവും പോരാ. ഞാൻ അതുകൊണ്ടാണ് ഒരു അടുക്കോടെ പറഞ്ഞു വന്നത്. അടുക്കിപ്പോൾ നിങ്ങൾ മറന്നുപോയി. ഞാൻ പറഞ്ഞു വെച്ചതും മറന്നുപോയി. കാരണം ഞാൻ നിങ്ങളുടെ കൂടെ കുറച്ചു ദൂരം ഇപ്പോൾ പോന്നിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്ക് ജെ തോംസണിലേക്ക്, ജോർജ് തോംസണിലേക്ക്, കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷനിലേക്ക് തിരിച്ചു പോവാം. കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ച് ഇലക്ട്രോൺസ് ഇല്ല. നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്. ഡു നോട്ട് എക്സിസ്റ്റ് എന്നാണ് അവർ ഉപയോഗിച്ച പദം. അതേപടി പറഞ്ഞാൽ ഇത് ചില്ലറയൊന്നുമല്ല ഷ്രോഡിഞ്ചർക്ക് അസ്വസ്ഥതയുണ്ടാക്കിയത്. ഈ ശാസ്ത്രകാരന്മാര് അവർക്കൊരു മനസ്സും ഒരു ഈഗോയും ഒക്കെ ഉണ്ടാവും. ഇലക്ട്രോൺ പാർട്ടിക്കിൾ അല്ലെന്നും ഇലക്ട്രോൺസ് ഇല്ലെന്നും ഒക്കെ പറഞ്ഞപ്പോൾ നിങ്ങളതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ പാർട്ടിക്കിളായി പ്രത്യക്ഷമാവുകയും അളക്കാൻ നിന്ന് തരികയും അളന്ന് കഴിഞ്ഞാൽ ഉടനെ ഒരു പുതിയ ക്ലൗഡ് രൂപാന്തരപ്പെടുകയും നേരത്തെ ക്ലൗഡായിരുന്ന ആ ക്ലൗഡ് മാറി പുതിയൊരു ക്ലൗഡ് രൂപാന്തരപ്പെടുകയും എ ക്ലൗഡ് ഓഫ് പ്രോബബിലിറ്റി. ഇതാണ് അവരെ വല്ലാതെ അലട്ടിയത്. ഇത് ഒരിടത്തോ മറ്റൊരിടത്തോ കൃത്യമായി കാണുന്നു എന്നുള്ളതാണ്. ഇതാണ് പാർട്ടിക്കിൾ ഫിസിക്സിന്റെ അന്ത്യത്തിൽ നമ്മൾ പഠിക്കുന്നത്. അളക്കുമ്പോൾ ഒരിടത്ത് കാണപ്പെടുന്നത് അളവ് കഴിയുമ്പോൾ മറ്റൊരിടം തെരഞ്ഞെടുക്കും. അവിടെ പുതിയൊരു ക്ലൗഡിന്റെ പ്രോബബിലിറ്റിയിലേക്ക് മാറുന്നു. ഷ്രോഡിഞ്ചർ ഇതിനെ എതിർക്കാനാണ് തന്റെ ഹൈപ്പോത്തറ്റിക്കൽ കാറ്റുമായി രംഗപ്രവേശം ചെയ്യുന്നത്, പൂച്ചയെയും കൊണ്ടുവരുന്നത്. ജെ തോംസൺ വരെ നിലനിന്ന പാർട്ടിക്കിൾ തലം ജോർജ് തോംസണിലേക്ക് വരുമ്പോൾ പാർട്ടിക്കിൾ അല്ലാതായി. അത് അസ്തമിക്കുന്നിടത്ത് സയൻസും അസ്തമിച്ചു. പിന്നെ സംസാരിക്കാൻ സയൻസിന് വിസിബിൾസ് ഇല്ല. പിന്നെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത്രയും നീണ്ടകാലത്തെ പ്രയത്നത്തിലൂടെ, ഇത്രയധികം ധനം ചെലവഴിച്ചതിലൂടെ, ഇത്രയധികം പരമ്പര ശാസ്ത്രകാരന്മാരുടെ കരവിരുതിലൂടെ
ഇവരെല്ലാം എഴുതി വെച്ച സിദ്ധാന്തങ്ങളും കാര്യങ്ങളും മുഴുവൻ കാണാതെ പഠിച്ച് ജന്മം പാഴാക്കിയ അനന്തകോടി തലമുറ കുട്ടികളിലൂടെ ഇതെല്ലാം പഠിച്ചു മനസ്സ് ഇതെല്ലാമാണ് പ്രപഞ്ചവിധാനമെന്ന് സങ്കല്പിച്ച് തകർത്തെറിഞ്ഞ മൂല്യങ്ങളിലൂടെ സയൻസിന്റെ വാലറ്റം പഠിക്കുമ്പോഴേക്ക് സ്വന്തം പാരമ്പര്യ മൂല്യങ്ങളും സ്വന്തം ചിന്തകളും അസ്തമിക്കുകയാണ്. അല്പം പോലും തന്റെ അന്ധക്കരണത്തിലേക്ക് നോക്കുവാനോ തന്റെ മനസ്സിനെ പഠിക്കുവാനോ ഇഷ്ടപ്പെടാതാവുകയാണ്. താനില്ലെന്നും മനസ്സില്ലെന്നും കാണുന്നവനില്ലെന്നും ഈ പ്രപഞ്ചമുണ്ടെന്നും വിശ്വസിക്കുന്നതിലേക്ക് മാറുകയാണ്. Am I not right? ഞാനുണ്ടാകുന്നതിന് മുമ്പുള്ളതാണ് ഈ ഭൗതിക പ്രപഞ്ചമെന്നും ഞാനില്ലാതായാലും ഉണ്ടാകുമെന്നും ഞാനെന്നത് അപ്രധാനമാണെന്നും മനസ്സപ്രധാനമാണെന്നും നിലപാട് തറയിൽ നിന്ന് സ്വയം നിഷേധിക്കുന്ന നിഷേധികളിലൂടെയാണ് ഇന്ത്യൻ സാമൂഹികത മാത്രമല്ല ലോക സാമൂഹികത സയൻസിന്റെ വെളിച്ചത്തിൽ വളർന്നിട്ടുള്ളത്. സയൻസും സയൻസിന്റെ അപ്പസ്തോലന്മാരും ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടുമുറങ്ങിയും ജീവിച്ചിരുന്ന മനുഷ്യരെക്കാൾ കൂടുതലൊന്നും ഉണ്ടുമുറങ്ങിയും നിങ്ങൾ ജീവിക്കുന്നില്ല എന്ന വസ്തുത പോലും നിങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞു. സുഖമായ ഒരു സാമൂഹികതയിൽ നിന്ന് അസുഖകരമായ മാനവിക ബന്ധങ്ങളിലേക്ക് സയൻസ് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും അസുഖകരങ്ങളായ മാനവ ബന്ധങ്ങളെ സയൻസ് കൂട്ടിയുണക്കുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും സയൻസിനെ തന്നെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ മുന്നേറി. സയൻസ് ഉണ്ടാക്കാനാണ് നിങ്ങൾ ജനിച്ചത്. സയൻസ് മാനവ സുഖത്തിനായിരിക്കണം. സയൻസിന് വേണ്ടി മാനവനുണ്ടാവരുത്. ഒന്നിനും വേണ്ടി മാനവനുണ്ടാവരുത്. ആംഗിള് അതൊക്കെ ഞാൻ ഇപ്പോൾ ഇതിനകത്തേക്ക് പൗരാണിക ശാസ്ത്രം ഒന്നും കൊണ്ടുവന്ന് ഒരു ജാർഗൺ കൊണ്ട് രക്ഷപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഇരിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് തന്നെയാണ് ലോക മനസ്സുകളിൽ കിടക്കുന്നത്. ഇത് ജ്ഞാനി മൈക്കിലൂടെ ഏതെങ്കിലും ഒരു ഉപനിഷത്ത് പ്രമാണത്തെയോ മറ്റൊന്നിനെയോ കൂട്ടി പറഞ്ഞിട്ട് പോയത് കൊണ്ടൊന്നും ഇത് പെട്ടെന്ന് മാറില്ല. ഇത് ഉണ്ടാക്കി വെച്ച സാധനത്തെ അവിടുന്ന് എടുത്ത് കളഞ്ഞിട്ടേ പറ്റൂ. ഇത് ഒരുത്തൻ അവിടെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വേറൊരുത്തൻ ഇരിക്കാൻ ഇടം കിട്ടില്ല. ഞാനത് പറഞ്ഞു. നിങ്ങളുടെ ചായക്കോപ്പയിൽ ചായ നിറഞ്ഞിരിക്കുകയാണ്. അത് കമത്തിക്കളയും. കളഞ്ഞിട്ടേ ഞാൻ എൻ്റെ ചായ നിറയ്ക്കൂ. അല്ലാതെ നിങ്ങളുടെ ചായക്കോപ്പയിലെ ചായയെ അവിടെ വെച്ചിട്ട് ഇപ്പുറത്ത് എൻ്റെ ചായ കാണിച്ച് കുറച്ച് കഴിഞ്ഞ് നിങ്ങളതിൽ എൻ്റെ ചായയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ലേബൽ ഒട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനതിലേക്ക് ഒഴിക്കുന്നേ ഇല്ല. ഞാനിത് മാറ്റിവെച്ച് കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ ചായ നിങ്ങളെ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ചായക്കോപ്പയിൽ ഒഴിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ കുടിക്കുമ്പോൾ എനിക്കുള്ള ആനന്ദവും മറ്റുള്ളതും കണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കമത്തിക്കളഞ്ഞിട്ട് വന്നാൽ ഒരു ഗ്ലാസ് തരാം. ഇറ്റ് ഈസ് ടു സിമ്പിൾ.
അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ഇല്ല, ഞാൻ ഒഴിക്കില്ല. ഞാൻ മാത്രമാണ് ഒരുപക്ഷെ അങ്ങനെ ചെയ്തത്. ബാക്കിയുള്ളവരൊക്കെ നിങ്ങളുടെ ചായയിൽ കുറേശ്ശെ കലർത്താനായിരിക്കും ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ചായ അവർക്കും കലർത്താൻ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. അതുകൊണ്ട് ഇത് മാത്രമാണ് അതിന്റെ പണി. അതുകൊണ്ട് വളരെ സുവ്യക്തമാണ് സയൻസ്. നാളിതുവരെ നിങ്ങളുടെ അന്തക്ഷോഭം മുഴുവൻ എനിക്ക് മനസ്സിലാവും. അത് മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട്, അതിനെ മുഴുവൻ തുറന്നു വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് പറ്റുന്നൊരു അവസ്ഥയിൽ തന്നെയാണ് ഞാനിത് തുടങ്ങിയത്. ഞാൻ അവരെ ഒന്നും ഇതിന് ഉദാഹരണം എടുക്കുന്നില്ല. അത് രണ്ട് തരത്തിലാണ്. അല്ല, അത് രണ്ട് തരത്തിലാകാം. അല്ലല്ല, അത് രണ്ട് തരത്തിലാകാം. ഒന്ന് അല്ല, അത് രണ്ട് തരത്തിലാകാം. നിങ്ങൾ പറയുന്നതെല്ലാം അല്ല. അങ്ങനെയുള്ളവരെ സ്വീകരിക്കാൻ എനിക്ക് മടിയുണ്ട്. എൻ്റെ മടിക്ക് കാരണം ചിലത് വാർദ്ധക്യമാകുമ്പോൾ, ബുദ്ധി അതിൻ്റെ യൗവനത്തിൻ്റെ തീഷ്ണതയിൽ പോകാതിരിക്കുമ്പോൾ, താൻ അതുവരെ പറഞ്ഞത് എതിരായി തീർന്ന് ബുദ്ധിയുടെ വൈകല്യവും ദൗർബല്യവും കൊണ്ട് തിരിച്ചു വരുന്നതിനെയെല്ലാം സ്വീകരിക്കാനാവില്ല. ഞാൻ 50 കൊല്ലം യുക്തിവാദിയായിരുന്നു. ഇപ്പം ഞാൻ കണ്ടില്ലേ ശബരിമലയ്ക്ക് പോവാണെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ബഹുമാനമൊന്നും തോന്നൂല. അവന്റെ ജനിതകത്തിന് ശീലമില്ല. മാത്രമല്ല, ഞാൻ അതുകൊണ്ട് തന്നെ അത് വ്യക്തമാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. മാത്രവുമല്ല, ഇവൻ ഈ 50 കൊല്ലമുള്ളത് ഇട്ടിട്ട് പോയവൻ നാളെ ഇതിട്ടിട്ട് വേറൊരെണ്ണത്തിനെ പ്രശംസിക്കില്ല എന്ന് വലിയ ഉറപ്പുമില്ല. അതുകൊണ്ട് ഈ പ്രശംസയൊന്നും വെച്ചല്ല ശാസ്ത്രത്തെ കാണേണ്ടത്, വസ്തുതകൾ വെച്ചുകൊണ്ടാണ് കാണേണ്ടത്. യുക്തിവാദികൾക്ക് 100 പേരെ നിരത്താൻ കഴിയും ഈശ്വരവാദത്തിൽ നിന്ന് യുക്തിവാദത്തിലേക്ക് പോയവരെ. മനസ്സിലായില്ല? ഒരു വെളിപാട് പ്രസംഗത്തിന് യുക്തിവാദി വരികയാണെങ്കിൽ അവന് അമ്പലത്തിലെ ശാന്തിക്കാരൻ, മറ്റേ പള്ളിയിലെ അച്ഛൻ, സന്യാസം സ്വീകരിച്ചിട്ട് വലിച്ചെറിഞ്ഞവൻ, ഇവനെയൊക്കെ കൊണ്ടത് ഇവിടെ നിരത്തി നിർത്തിയിട്ട് ഞാൻ ഇത്ര കാലം കൃഷ്ണനെ വിശ്വസിച്ചു, രാമനെ വിശ്വസിച്ചു, ഞാൻ വിശ്വസിച്ചിട്ട് ഒരു ഗുണ്ടാമാണ്ടി ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ യുക്തിവാദമാണ് ശരി എന്ന് പറഞ്ഞാൽ അതും നിങ്ങളപ്പോൾ അംഗീകരിക്കണം. മനസ്സിലായില്ല? നിങ്ങൾ കുറേ ആളുകളെ, സയന്റിസ്റ്റുകളെ, ഇന്നലെ സയൻസിലൂടെ പോയി അവരൊരു സ്ഥലത്തിലെത്തിയപ്പോൾ ഒന്ന് തിരിഞ്ഞത് വട്ടുകൊണ്ട് വരെയാവാം. അതൊന്നും ബോധ്യപ്പെട്ടിട്ടാകണമെന്നില്ല. നാളെ ഇതിൽ നിന്നും തിരിയാം. അതല്ല സയൻസിന്റെ ആണെങ്കിലും ഫിലോസഫിയുടെ ആണെങ്കിലും ആറ്റിറ്റ്യൂഡ്. ഈ ഉത്തമ ബോധ്യം അവന്റെയാണ്. ഇത് ചോദ്യത്തിനുള്ള പങ്ക്തിയല്ല. ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. ഞാൻ ഉദ്ദേശിച്ച സാധനം തീരുകയില്ല. നിങ്ങൾ തീരുമാനിച്ചോ? ചോദ്യത്തിന് ഉത്തരമായിട്ട് പോവാം. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ രണ്ടിനും പ്രിപ്പയർഡാണ്. കാരണം നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ചോദിച്ചു, ഞങ്ങളുമൊക്കെ എവിടെ ഇരിപ്പുണ്ട്, ഞങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയാണ്, ഞങ്ങളെ സ്വാമി പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ്, അതെ, ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ അത് വേറെ. ഞാനുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. തുടങ്ങാം എല്ലാവരുടെയും സമ്മതത്തോടെ. അപ്പോ ഫിസിക്സ് ചെന്ന് നിന്നൊരു തലമാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു നോക്കണം. ജെ തോംസണിൽ നിന്ന് ജോർജ് തോംസണിലേക്ക് വരുമ്പോൾ കൃത്യമാണ് ആ വഴിത്തര. ജെ തോംസൺ പാർട്ടിക്കിളായി കണ്ട ഇലക്ട്രോൺ
അയാളുടെ തന്നെ പുത്രൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതൊരു ഭാഗ്യമാണ്. അയാളുടെ മകൻ തന്നെയാണിത്. അയാളാണ് ആദ്യമായി ഇത് ചോദ്യം ചെയ്യുന്നത്. ഇലക്ട്രോൺ സർവേസ് സയൻസിൽ ചില്ലറ പണിയൊന്നുമല്ല ഉണ്ടാക്കിയത്. വളരെയധികം ദുരൂഹതകൾക്ക് കാരണമായി. രണ്ടിനെയും കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. വെർണർ ഹൈസൻബർഗ് അദ്ദേഹത്തിൻ്റെ ടൈയുടെ അറ്റത്ത് കുത്തിയിരിക്കുന്ന പിന്നു പോലും സ്മോൾ എച്ചാണ്. ക്വാണ്ടം മെക്കാനിക്സിലെ കോൺസ്റ്റന്റ് എച്ച്. അദ്ദേഹം ഇത് കൂടുതൽ നിരീക്ഷിക്കുകയും ഈ രണ്ട് സ്വഭാവവും ഇതിനുണ്ട് എന്ന് പറയുകയും അൺസർട്ടനിറ്റിയെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയാണ് ആദ്യമായി കോപ്പൻഹേഗൻ ഇന്റർപ്രട്ടേഷൻ സയൻസിൽ മൗലികമായി സ്വീകരിക്കുന്നത്. എപ്പോൾ ഒരു ഇലക്ട്രോണിന് മാത്രമല്ല, അതാണ് പ്രകാശത്തിൽ സംഭവിച്ചത്. കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ വരുന്നതിന് ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്, ഒന്നിലധികം നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഫോട്ടോണിനെ കുറിച്ചുള്ള തലത്തിൽ പ്രകാശം വേവാണ്, കോർപ്പസിലാണെന്നുള്ളത്. കണങ്ങളാണ്, പാർട്ടിക്കിളാണെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഒരു കാർഡ്ബോർഡ് വെട്ടി നടുക്കൂടെ തുളയിട്ട് നോക്കി ഋജുരേഖാ സഞ്ചരണമാണെന്നൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. വളവിൽ നിൽക്കുന്നവനെ കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ വേവ്സ് ആണ് എന്നുള്ള റൊട്ടേറ്റിംഗ് മിറർ മെത്തേഡുമായി വന്ന ക്രിസ്റ്റ്യൻ ഹൈഗൻസിന്റെ കണ്ടെത്തൽ അന്നേ ഉണ്ട്. അന്നത് ഫോട്ടോണിന്റെയാണ് ഈ പ്രതിഭാസം എന്ന് പറഞ്ഞിരുന്നില്ല. ഇലക്ട്രോണുകളുടെ ഈ പ്രതിഭാസം കണ്ടെത്തുമ്പോഴാണ് ആദ്യമായി ഇത് ഫോട്ടോണിക് ഇന്റർപ്രിട്ടേഷനിലാണ് മനസ്സിലാകുന്നതെന്ന് ബോധ്യമായി. പാർട്ടിക്കിൾ ഫിസിക്സിൽ തൻ്റെ തല ഉയർത്തിപ്പിടിച്ചു നിന്ന ഷ്രോഡിഞ്ചർക്ക് ഉണ്ടായ വേദനയും അദ്ദേഹത്തെ ചൊടിപ്പിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കാറ്റ് എന്ന പ്രതിഭാസവുമായി എത്തുന്നതും വരുമ്പോഴാണ് ഫിസിക്സിന് പ്രോബബിലിറ്റി വിവരിക്കുവാൻ കഴിയാതെ വന്നത്. പ്രോബബിലിറ്റി ഒന്ന് ശാസ്ത്രത്തിന്റെ വഴിയല്ല. ശാസ്ത്രം തുടക്കത്തിലെ നിഷേധിച്ചത് പ്രോബബിലിറ്റിയെയാണ്. സാധ്യതാ പഠനങ്ങളെ നിഷേധിക്കുകയും സാധനത്തെ തന്നെ കണ്ടെത്തുകയും ചെയ്യുവാൻ കഴിയുന്നത് എന്ന അർത്ഥത്തിൽ നിശ്ചയദാർഢ്യമായിരുന്നു ശാസ്ത്രത്തിന്റെ ആധാരശില. ശാസ്ത്രം അതിന്റെ വികാസത്തിന്റെ പന്ഥാവിൽ ആദ്യം മുതൽ എത്ര ലക്ഷം ശാസ്ത്രകാരന്മാരെ വാർത്തെടുത്തു, അവരെത്രമാത്രം സിദ്ധാന്തങ്ങൾ എഴുതിയുണ്ടാക്കി. അതിന്റെ എല്ലാം ആധാരശില നിശ്ചയാത്മികതയായിരുന്നു, പ്രോബബിലിറ്റി ആയിരുന്നില്ല. ലോകമെമ്പാടും പാടത്തും പറമ്പിലും പണിയെടുക്കാതെ ലോകമെമ്പാടും തങ്ങളുടെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്യാതെ
ഉടുത്തൊരുങ്ങി ശമ്പളവും കിമ്പളവും ഒക്കെ വാങ്ങി ഏതാണ്ട് ജനജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഉപരിതലങ്ങളിൽ പണമിട്ട് കളിച്ചത് മാനവ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയത് മാനവനിൽ അസമത്വം ഉണ്ടാക്കിയത് ആഡംബരങ്ങളും ആലവാലങ്ങളും ഉണ്ടാക്കിയത് എല്ലാ അർത്ഥത്തിലും ഈ നിശ്ചയം ഉണ്ട് എന്ന സങ്കല്പം വച്ചുകൊണ്ട് ഉയർന്ന സയൻസിന്റെ ലോകമാണ്. സയൻസ് നിങ്ങളോട് പറഞ്ഞത് ഇത് മനുഷ്യരുടെ ഇടയിലെ അസമത്വം ഇല്ലാതാക്കുമെന്നാണ്. Am I right? സയൻസ് നിങ്ങളോട് പറഞ്ഞത് ഇത് നിശ്ചയമായും ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെ നിർദ്ധാരണം ചെയ്ത് നിങ്ങൾക്ക് ശാന്തി തരുമെന്നാണ്. ഈ ക്ലാസ്സിലിരിക്കുന്ന മുഴുവൻ പേരും ഏതാണ്ട് സയൻസിന്റെ ഈ പ്രവർത്തന മണ്ഡലത്തിൽ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിന്റെ മുക്കാൽ പങ്കും ഭാഗഭാക്കാക്കിയവരാണ്. പറമ്പിലും പാടത്തും അച്ഛനോടൊപ്പം പണിയെടുത്തു വളരുന്നവൻ നീചനും വിവരദോഷിയുമാണെന്ന്, വെള്ളം കോരിയെടുക്കുന്നവനും മറ്റുള്ളവനും വിവരമില്ലെന്ന്, ശാസ്ത്രവും സാങ്കേതിക വിദ്യയ്ക്കും മാത്രമേ വിവരമുള്ളൂ എന്ന്, അതിന്റെ ഭാഗമായാൽ മാത്രമേ പുരോഗതി ഉണ്ടാവൂവെന്ന്, അതുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങൾ തുടച്ചു നീക്കാൻ പറ്റുന്നതെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചത്. നിങ്ങൾ ചെയ്ത തൊഴിലുകൾ, നിങ്ങൾ നടത്തിയിട്ടുള്ള വ്യവസായങ്ങൾ, നിങ്ങൾ പഠിപ്പിച്ച തലങ്ങൾ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ, നിങ്ങളുടെ കോളേജുകൾ, ഇവയെല്ലാം മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് വേർതിരിക്കുകയും അസമത്വം ഉണ്ടാക്കുകയും ചെയ്യുകയാണെന്ന് ഡയറക്റ്റായി ബോധ്യപ്പെടുമ്പോഴും നിങ്ങൾ വ്യാഖ്യാനിച്ചത് ശാസ്ത്രം അസമത്വം ഇല്ലാതാക്കുന്നുവെന്നാണ്. നിങ്ങളൊരാൾ അധ്യാപകനാകുമ്പോൾ, വ്യവസായിയാകുമ്പോൾ, ശാസ്ത്രരീത്യാ നിങ്ങളിലൊരാൾ കച്ചവടം ചെയ്യുമ്പോൾ, നിങ്ങളിലൊരാൾ ഒന്നിന്റെ പ്രണേതാവായി മാറുമ്പോഴെല്ലാം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വേർപെടുകയും ഒറ്റയ്ക്ക് നിങ്ങൾ കേമനായിത്തീരുകയും മറ്റുള്ളവരുടെ ബഹുമാനാദരങ്ങൾ മേടിക്കുവാൻ പ്രാപ്തമായി തീരുകയും ചെയ്യുന്ന വിധം ലോകത്തെ വ്യക്തിയിൽ നിന്ന് വ്യക്തിയെ വേർപിരിക്കുക മാത്രമായിരുന്നു ബഹുമാനത്തിലൂടെയും സങ്കീർത്തനത്തിലൂടെയും സംക്ഷോഭത്തിലൂടെയും സംഘടനകളിലൂടെയും ശാസ്ത്രം ചെയ്തത് എന്ന മൗലികമായ സത്യം നിങ്ങൾ മറച്ചു പിടിക്കുകയോ മറന്നുപോവുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കെല്ലാം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതിന്റെ ഉത്തരദായിത്വമെല്ലാം പാരമ്പര്യത്തിലോ പഴമയിലോ ദർശനത്തിലോ ആണെന്ന് ചൂണ്ടിക്കാണിക്കാൻ നാവ് വഴങ്ങിയിട്ടുണ്ട്. ആത്മാർത്ഥതയില്ലാത്തതുകൊണ്ട്, സത്യമില്ലാത്തതുകൊണ്ട്. കാരണം സയൻസിൽ സത്യവും അഹിംസയും ബ്രഹ്മചര്യവും അപരിഗ്രഹവും ഒന്നുമില്ലല്ലോ. അതൊക്കെ ദർശനത്തിന്റെ കൂട്ടപ്പുറപ്പല്ലേ. അവിടെ ആരെങ്കിലും അതിൽ നിന്ന് വ്യതിചലിച്ചാൽ 1000 നാവുകളുമായി വരുന്ന നിങ്ങൾ
നിങ്ങൾ നിൽക്കുന്ന നിലപാട് തറയിൽ നിങ്ങൾ എന്നേ വ്യതിചലിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. വല്ലാത്ത നിശബ്ദത. അത്രയ്ക്ക് മാത്രം ഉള്ളിൽ തട്ടുവോ? ശരി പോലെ ഉണ്ടോ? ഞാൻ ആ കമന്റ്സ് ആണ് ചോദിക്കുന്നത്, നിങ്ങളുടെ സിദ്ധാന്തങ്ങളല്ല ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞതിനോട് ബന്ധപ്പെടാത്തതായതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ തലത്തിൽ 1000 സംഘർഷങ്ങൾ ഞാനീ പറയുമ്പോൾ ഉണ്ടാവും. അതെല്ലാം വ്യത്യസ്തവുമായിരിക്കും. അത് നിങ്ങൾ എടുത്തു പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് അത് പറഞ്ഞ് നിങ്ങളെ ഒറ്റയ്ക്ക് സമാധാനിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ. പക്ഷെ അന്നേരം ബാക്കിയുള്ളവർ കാഴ്ചക്കാരായിരിക്കും. മറിച്ച് ഞാൻ ചോദിക്കുന്ന കോമണായി ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നാണ്. അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. അത് മനസ്സിലായിട്ട് അതിൽ സംശയം വരുന്ന, കോമണായി എല്ലാവർക്കും സംശയം വരാവുന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കത് പ്രോത്സാഹിപ്പിക്കാൻ എളുപ്പമുണ്ട്. Am I right? അത് കേട്ടിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന, ഇതിനകത്ത് അധ്യാപകനുണ്ട്. ഞാനാ പറഞ്ഞതിനകത്ത് അധ്യാപകന്റെ കാലാണ് മുറിച്ചത്. Am I right? Am I right? അതുമായി ഐഡന്റിഫൈ ചെയ്ത ഒരാൾ ഇത് നമുക്കിട്ടുള്ള ആപ്പാണല്ലോ എന്ന് വിചാരിച്ച് എഴുന്നേറ്റിട്ടൊരു ചോദ്യം ചോദിച്ചാൽ, അത് വെളി വെച്ച് ചോദിച്ചാൽ എളുപ്പമാണ്. കാരണം അത് എഞ്ചിനീയർക്ക് മനസ്സിലാവില്ല. ഞാൻ എഞ്ചിനീയറുടെ കാലം മുറിച്ച സമയത്ത് എഞ്ചിനീയർക്ക് ചോദിക്കാൻ ഒരു ഡൗട്ടുണ്ട്, സ്വാമിയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഇല്ലേ? ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലായില്ല. അത് ഇൻഡിവിഡ്വലാണ്. ഞാൻ എന്നെയും നിങ്ങളെയും എല്ലാം ഉൾപ്പെടെയാണ് സയൻസിന്റെ ഈ പോക്കിലൂടെ നാം നിഷേധിച്ച ചില സത്യങ്ങളെയാണ് കാണിക്കാൻ ഒരുങ്ങുന്നത്. അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിക്കാം, അത് ഇരിക്കുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടും. Am I right? അതെനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല. തിരിച്ചു ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവർ അലോസരമാവും. അദ്ദേഹം ഇതൊക്കെ വിട്ടൊരു ചോദ്യമായി എന്നോട് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ഇരുത്തിയത്. Am I right? അല്ലെങ്കിൽ ആ ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞതുമായിട്ട് എന്താണ്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ജനറലായി തന്നെ പറയാനുള്ളത് പറഞ്ഞു. സയൻസ് നിശ്ചയാത്മികയിലാണ് തുടങ്ങിയത്. Am I right? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിശ്ചയാത്മികതയിലാണ് സയൻസ് തുടങ്ങിയത്. ലക്ഷക്കണക്കിന് ശാസ്ത്രകാരന്മാർ ഇരുന്നോളൂ, ലക്ഷക്കണക്കിന് ശാസ്ത്രകാരന്മാർ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോഴെല്ലാം പ്രതീക്ഷയോടുകൂടി അതിൻ്റെ സുഖങ്ങൾ അനുഭവിക്കാൻ ഓടിയ ജനത, അതിനെ പ്രചരിപ്പിക്കാൻ ഓടിയ ജനത, ഈ നിശ്ചയാത്മികത അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ നമ്മൾ ശാന്തമാവും. ഈ വിശ്വാസവുമായി നമുക്ക് മുമ്പ് അനേകം തലമുറ മരിച്ചു പോവുക തന്നെ ചെയ്തു. ഇതിനായി കല്ലിയുമെന്ന് ഒന്നും രണ്ടുമല്ല, അനേകം തലമുറ ഇത് നാളെ പൂവണിയുമെന്നോർത്ത് കല്ലിയുമെന്ന് മണ്ണിയുമെന്ന് ഒട്ടേറെ രംഗങ്ങളിൽ പണിയെടുത്തു. അവരുടെയൊക്കെ പ്രതീക്ഷയുടെ തലം നാളെ സർവാതിരിക്തമായൊരു സത്യം കണ്ടെത്തുമെന്നും അതോടുകൂടി മാനവ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നും ഒക്കെ പറഞ്ഞ് മുന്നേറുമ്പോൾ അവരറിയാതെ അതിൻ്റെ അകത്ത് ഏതൊരു സമത്വമാണോ ലക്ഷ്യം കാണുന്നത്
അത് മാർഗത്തിലുണ്ടായിരുന്നേയില്ല. കാരണം ഞാൻ സയൻറ്റിസ്റ്റാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ സ്വീകരിക്കുന്ന സ്റ്റേജ്, എന്നോടുള്ള പെരുമാറ്റം, ഇതൊക്കെ പ്രാചീനൻ കാണിച്ചത് തെറ്റാണെങ്കിൽ ഭേദമില്ലാതാകേണ്ടതാണ്. Am I right? പ്രാചീനൻ്റെതിൽ ഭേദമുണ്ട്. ഗുരുവിനെ വന്ദിക്കണം. അവരത് എഴുതി വെച്ചിട്ടുണ്ട് സത്യസന്ധമായി. ആചരിക്കുന്നവനെ ആ രീതിയിൽ കാണണം. അവരെഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന രീതിയിലുള്ള തൊഴിൽ ജന്മമായി വന്നിട്ടുള്ളവൻ ഇന്നതുമായി വന്നിട്ടുള്ളവരിൽ നിന്ന് വേറെയാണ്. നമ്മൾ അത് വെച്ചുകൊണ്ടാണ് 16 ഭേദങ്ങൾ പഠിപ്പിച്ചു വെച്ചത്. അതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അല്ലാതെ അതാദ്യം പറയാതല്ല, ആദ്യം ഞാൻ അടുക്കോടെ അതെല്ലാം പറഞ്ഞാൽ നിങ്ങളുടെ ഈ സംശയം എല്ലാം തീരാൻ. ഭേദമുണ്ട്. ഈ ഭേദങ്ങളൊന്നുമില്ല. സ്ത്രീ പുരുഷ ഭേദം പോലുമില്ല. ബ്രെയിനിൽ ഭേദമുണ്ട്. സ്ത്രീയുടെയും പുരുഷന്റെയും ബ്രെയിൻ ഒന്നല്ല. അതുകൊണ്ടാണ് ഇത് തിരിച്ചറിയുന്നത്. ഉൽപാദനേന്ദ്രിയം കൊണ്ടല്ല. അത് എളുപ്പത്തിൽ വയറ്റാട്ടിക്ക് തിരിച്ചറിയാനുള്ള ഒരു ഉപകരണമാണ്. അതുകൊണ്ട് തിരിച്ചറിഞ്ഞാൽ പോലും അതിന്റെ അടിസ്ഥാനത്തിൽ കാണുന്ന പുരുഷൻ പുരുഷനാകണമെന്നില്ല, സ്ത്രീയാകാം. മനസ്സിലായില്ല? അങ്ങനെ കാണുന്ന സ്ത്രീ സ്ത്രീയാകണമെന്നില്ല, പുരുഷനാകാം. സോയുടെ വ്യത്യാസമുണ്ട്. ഹീമോഗ്ലോബിൻ, പ്ലേറ്റ്ലെറ്റ്, WBC ഇവയുടെ അളവുകളിൽ പുരുഷന്റെ മാർജിനും സ്ത്രീയുടെ മാർജിനും പ്രത്യേകമാണ്. ആ കമ്പ്യൂട്ടറിൽ അടിച്ചു തരുമ്പോൾ എടുത്ത് നോക്കിക്കൊള്ളുക. മനസ്സിലായില്ല? ലോവർ മാർജിനും അപ്പർ മാർജിനും. ഹോർമോണുകളുടെ തലത്തിൽ FSH തുടങ്ങിയവയിൽ ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, TSH, T3, T4 ഇവയിലൊക്കെ വ്യതിയാനങ്ങളുണ്ട്. പുരുഷനെ എടുത്താൽ പുരുഷന്മാർ തമ്മിൽ വ്യതിയാനങ്ങളുണ്ട്. സ്ത്രീകളെ എടുത്താൽ സ്ത്രീകൾ തമ്മിൽ വ്യതിയാനങ്ങളുണ്ട്. വ്യതിയാനമാണ്, വൈവിധ്യമാണ് പ്രാപഞ്ചിക നിയമം. ആ വൈവിധ്യത്തിൽ ഏകമായ ഒന്നിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ മനസ്സ് വൈവിധ്യമാണ്, ഇന്ദ്രിയങ്ങൾ വൈവിധ്യമാണ്, വിഷയങ്ങൾ വൈവിധ്യമാണ്. ഇത്രയും വൈവിധ്യത്തിനകത്ത് വൈവിധ്യമല്ലാത്ത ഒന്ന് അത് സയൻസ് ഒട്ട് അംഗീകരിക്കുന്നുമില്ല. മനസ്സിലായില്ല? വൈവിധ്യമില്ലാത്ത ഏകം ആത്മാവാണ്. അതിനെവിടെയാണ് സയൻസ് അംഗീകരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് സയൻസ് ഏകത്വത്തിൽ എത്തിക്കുന്നത്? അതുകൊണ്ടാണ് സയൻസിന്റെ പഠനങ്ങളാണ് വൈവിധ്യത്തെ അടിവരയിട്ടുറപ്പിക്കുന്നതും മാനവ ഏകത്വത്തിന് ഏറ്റവും വലിയ ശത്രുവായി നിലകൊള്ളുന്നതും. ഇതിന്റെ ആധാരത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കുണ്ടാകുന്ന ക്ഷോഭയല്ലേ എനിക്ക് മനസ്സിലാവും. എനിക്കതിനെ കുറിച്ച് ഒരു സംശയവുമില്ല. ഞാനിത് തന്നെയാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ ചായ കിടക്കുന്നതുകൊണ്ടാണ് ഈ പറ്റുന്നത്. ഇപ്പൊ പക്ഷെ ഞാൻ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു. അതെന്റെ ഭാഷയല്ല. അതുകൊണ്ട് സയൻസ് പോയത്
ആദ്യ അവസാനം നിശ്ചയമായി ഒന്ന് കണ്ടെത്താനാ പോയത്. നിശ്ചയമുള്ളത് പിന്നെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നിശ്ചയമാണ് വൈവിധ്യം. ഭൗതിക പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും തമ്മിലുള്ള വൈവിധ്യം നിശ്ചയമാണ്. നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണവും അവരുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണവും പോലും അതിലെ മായവും കൂട്ടും കമ്പനി വ്യത്യസ്തമായതുകൊണ്ടും പറയില്ല. സ്വർണം തന്നെ അതിൻ്റെ കാലപ്രവാഹത്തിൽ വ്യത്യസ്തമാണ്. ഇന്നലെ പറിച്ച കുരുമുളകും ഇന്ന് പറിച്ചെടുത്ത കുരുമുളകും വ്യത്യസ്തമാണ്. കാലമെന്നൊന്ന് കളിക്കുമ്പോൾ അനുനിമിഷം അതിലെ ഫോട്ടോണുകളിലും ഇലക്ട്രോണുകളിലും ഞാൻ മുമ്പ് പറഞ്ഞ മിസ്റ്റിക് ക്ലൗഡ്, ഇത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനാണ് ഞാൻ ഈ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് സമൂഹത്തില് ഈ മനസ്സുകളുമായി ശാന്തമായി പോകാൻ കഴിയുക? നിങ്ങൾ പഠിച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് വ്യതിയാനങ്ങൾ മാത്രമാണ് അതിൻ്റെ ആധാരമെന്നുള്ളത് കൊണ്ട് വ്യതിയാനങ്ങളിൽ നിശ്ചയാത്മിക കണ്ടെത്തുവാനാണത് ശ്രമിക്കുന്നത് കൊണ്ട് സാധ്യമല്ല. വ്യതിയാനമില്ലാത്ത ഒന്നിനെ അതൊട്ട് അംഗീകരിച്ചിട്ടുമില്ല. ഇതാ ഞാൻ അടുക്കി പെറുക്കി പറഞ്ഞത്. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ വളരെ അടുക്കിയാണ് പറഞ്ഞതെന്നാണ്. നിങ്ങൾ ഇടപെട്ട നിമിഷങ്ങളിൽ ഞാൻ ശാഖാചംക്രമണം നടത്തിയതൊഴിച്ച് പരമാവധി ശ്രദ്ധയോടുകൂടി ഏത് ശാഖാചംക്രമണം നടത്തിയപ്പോഴും തിരിച്ചു വരാൻ ഞാൻ ശ്രമിച്ചിട്ടുമാണ്. അതിന് പോരായെങ്കിൽ നിങ്ങൾക്ക് കാസറ്റൊക്കെ ഉണ്ട്, ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനൊന്നും എതിര് പറഞ്ഞിട്ടില്ല. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുമില്ല. വച്ച് നിങ്ങൾക്ക് നോക്കുകയും ചെയ്യാം. നിങ്ങളുടെ മനസ്സ് ശാന്തവും ഏകവുമാകാവുന്ന ഒരു മാനബിന്ദു സയൻസിനില്ല. മനസ്സ് അത്യന്തം വ്യത്യസ്തമാണ്. ഞാൻ ആകെ 16 പഠിപ്പിച്ചിട്ടുള്ളൂ. 16 നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. വീട്ടിൽ ചെന്ന് 16 വിത്തൗട്ട് റീപ്ലേസ്മെന്റ് അതിൻ്റെ കോമ്പിനേഷൻസ് എടുക്കുക. 1 at a time, 2 at a time, 3 at a time, 4 at a time, 5 at a time, 16 at a time. NCR കോമ്പിനേഷൻസ് എത്ര ഉണ്ടാവുമെന്നൊന്ന് എണ്ണി നോക്കുക. ഇത്രയും മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കേൾക്കുന്ന നിങ്ങളിലും ഈ വ്യത്യസ്ത ചലനങ്ങളുണ്ട്. അതുണ്ടാകുമെന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അതുണ്ടാകരുതെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത്. കാരണം ഞാൻ പഠിപ്പിക്കുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ തമ്മി വരുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇത്രയും വിപുലമായ കോമ്പിനേഷൻസ് കിടക്കുന്ന മനസ്സ്, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളും അതിലേക്ക് വരുന്ന മനസ്സിന്റെ അറിവുകൾ നോക്കുക. മനസ്സ് മനസ്സായിരിക്കുമ്പോൾ പഠിച്ചതങ്ങ് വിട്ട് നിങ്ങൾ കാണുമ്പോൾ കണ്ണിലൂടെ ഒരു വസ്തു കാണാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറായി കണ്ണിലൂടെ കാണുമ്പോൾ ഒരു പ്രാവശ്യം കണ്ട് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അത് തന്നെയാണോ കാണുന്നത്? വ്യത്യസ്തമാണ്.
ഒരു പ്രാവശ്യം നിങ്ങൾ ഒരാളെ ചുംബിച്ചിട്ട്, ഒരു പ്രാവശ്യം ഒരു സാമ്പാർ കൂട്ടി ചോറുണ്ടിട്ട് എന്താണ് വീണ്ടും ആ സാമ്പാർ കൂട്ടി ഉണ്ണണമെന്ന്, വീണ്ടും ആ കോമ്പിനേഷൻ വേണമെന്ന് സാമ്പാറിന് നിങ്ങൾക്കും ആഗ്രഹം വരുന്നത്? വിഷയങ്ങളുടെ വൈജാത്യം മാത്രമല്ലേ കാരണം? വിഷയങ്ങളുടെ വൈജാത്യം കൊണ്ടാണ് വൈജാത്യമുള്ള ഇന്ദ്രിയങ്ങളും വൈജാത്യമുള്ള മനസ്സും വീണ്ടും വീണ്ടും ഇത് ഇഷ്ടപ്പെടുന്നത്. എപ്പോൾ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ നിന്ന്, എപ്പോൾ മനസ്സ് വിഷയങ്ങളിൽ നിന്ന് സയൻസിന് അജ്ഞേയമായ ആത്മബോധത്തിലേക്ക് ഉയരുന്നു, ഏകമായി തീരുമ്പോൾ ആവർത്തനങ്ങളില്ലാതാകുന്നു. അതല്ല ആഗ്രഹിക്കുന്നത്. മിനിങ്ങാന്ന് സാമ്പാർ കൂട്ടിയുണ്ടു, മിനിങ്ങാന്ന് സാമ്പാർ കൂട്ടി ചോറുണ്ടു, കഷ്ണമൊക്കെ കൂട്ടി നല്ലപോലെ കഴിച്ചു. ചില പോരായ്മ ഉണ്ടെന്ന് തോന്നി. ആ പോരായ്മ തീർത്ത് ഒരു സാമ്പാർ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നി. ഇന്നലെ സാമ്പാറിൽ കാരറ്റും ബീട്രൂട്ടും ഒക്കെയായി കൂടുതൽ വന്നപ്പോൾ ഇളക്കി വിളമ്പ, കഷ്ണങ്ങി വിളമ്പ, എന്താ മടി കാണിക്കുന്നതെന്ന് വിളമ്പുന്ന ജയനോട് ചോദിച്ച് വിളമ്പിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ അന്നേരം കഴിക്കുമ്പോൾ ആ കാരറ്റോ കൂട്ടി കുഴച്ചൊക്കെ അടിക്കുമ്പോൾ രാവിലത്തെ സാമ്പാർ ആയിട്ട് കൂടി കുറച്ച് വ്യത്യസ്തതകൾ സാറ്റിസ്ഫൈഡായി. എന്നാലും ശരിയായില്ല. പാലക്കാട്ടെ സാമ്പാർ പോലെ ആയില്ല, ബേബിയമ്മയുടെ സാമ്പാർ പോലെ ആയില്ല എന്നൊക്കെ തോന്നിയിട്ട് പതുക്കെ നാളെ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ നന്നായി കടുക് വറക്കണം കേട്ടോ. മാത്രമല്ല മല്ലിയുടെ ഒരു സ്വാദ് കയറി നിന്നോ എന്നൊരു സംശയം എന്നൊക്കെ പറഞ്ഞില്ലേ? ഇല്ലേ? അപ്പൊ ഇന്നലത്തെ സാമ്പാറാണോ കഴിച്ചത്? നിങ്ങൾ 3 പേരൂടെ അല്ലേ ചർച്ച ചെയ്തേ? എന്താ വിജയ? അപ്പൊ സാമ്പാർ വേറെയല്ലേ? വിഷയങ്ങളുടെ വൈജാത്യം കൊണ്ടാണ്. ഞാൻ ഈ സാമ്പാറും അവിയലും ഒക്കെ പറയുന്നതിനേക്കാൾ നല്ല ഉദാഹരണം എനിക്കറിയാം. പക്ഷെ നിങ്ങൾ കത്തിപ്പോവും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പൊണ്ടാട്ടിയും ഒക്കെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. വൈജാത്യമില്ലെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ചുംബിക്കുമ്പോൾ, ഒറ്റ പ്രാവശ്യം കാണുമ്പോൾ വിരക്തി വരികയും എന്നേക്കുമായി വിട്ടുപോവുകയും ചെയ്യും. വൈജാത്യത്തിലുള്ള ആനന്ദം ഇന്ദ്രിയങ്ങൾ കണ്ടെത്തുന്നത് കൊണ്ടാണ് ആവർത്തനത്തിന്റെ വിരസതയിൽ പോലും ആനന്ദമുണ്ടാകുന്നത്. എല്ലാ വിഷയങ്ങളിലും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, ഒരു വീട്ടിൽ ഒരാളിനോട് ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റുക? വൈജാത്യമാണ് നിങ്ങളെ ബന്ധിപ്പിക്കുന്നത്. വൈജാത്യത്തിന്റെ ബന്ധം ശാശ്വതമല്ല. വൈജാത്യത്തിന്റെ ബന്ധം ആനന്ദപ്രദവുമല്ല. വൈജാത്യത്തിന്റെ ബന്ധം ആത്മരതിയെ തരില്ല. ആത്മരതിയുടെ സ്ഫുലിംഗങ്ങളെ കാണിക്കുകയുള്ളൂ. തീക്കൊള്ളി ഇളക്കുന്ന അമ്മ തീക്കൊള്ളി ഇളക്കുന്ന വേളയിൽ പറന്നുപോകുന്ന പൊരിയിൽ നിന്ന് അരിവേകില്ല. മനസ്സിലായില്ല? അതും തീ തന്നെയാണ്. അത് തീയാണ്. അത് പിടിക്കാൻ ഓടുന്നത് പോലെയാണ് നിങ്ങൾ ശരീരേന്ദ്രിയ വ്യാപാരങ്ങളുടെ തലങ്ങളിലുണ്ടാകുന്ന തീപ്പൊരികളെ ആത്മാനന്ദമെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സംഘർഷം വരുന്നത്. ക്ലിയർ? ക്ലിയർ? ചായക്ക് സമയമായി. ആശ്വാസമായില്ലേ? ഇത്രയും വലിയ ദ്രോഹിയാണ്.